ലോകം ഇന്ന് വിസ്മയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെ തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകളും ഇപ്പോൾ ഘട്ടക് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളും നിർമ്മിച്ച ഇന്ത്യ സ്വയം പര്യാപ്തത നേടുകയാണ്. യുവശക്തിയുടെ കരുത്തും സ്റ്റാർട്ടപ്പുകളുടെ കുതിപ്പും ഇന്ത്യയെ ലോകത്തിന്റെ വികസന എഞ്ചിനായി മാറ്റിയിരിക്കുന്നു. അറിവിന്റെയും ആത്മീയതയുടെയും പാരമ്പര്യമുള്ള ഇന്ത്യ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് നിർണായകമാണ്. ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ സ്വഭാവം മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ട് അതിനൂതനമായ സ്റ്റെൽത്ത് ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 39,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഘട്ടക് പ്രോഗ്രാം കേവലം ഒരു സാങ്കേതിക പരീക്ഷണം എന്ന നിലയിൽ നിന്നും മാറി ഒരു പൂർണ്ണ സജ്ജമായ സൈനിക പ്ലാറ്റ്ഫോമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ഇപ്പോൾ റിമോട്ട് പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും അപ്പുറം പൈലറ്റ് ഇല്ലാതെ തന്നെ ശത്രുമേഖലയിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പോലുള്ള അടുത്ത തലമുറ പോർ വിമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഘട്ടക്കിന് സാധിക്കും. ഇത് ഇന്ത്യയുടെ ആഗോള സൈനിക ശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. റാഫേൽ, ബ്രഹ്മോസ് തുടങ്ങിയ വിശ്വസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആർജിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തിയിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം ആളില്ലാ വിമാനങ്ങൾക്ക് കഴിയും. നേരത്തെ DRDO വിജയകരമായി പരീക്ഷിച്ച സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്ന സാങ്കേതിക വിദ്യയുടെ വികസിത രൂപമാണ് ഘട്ടക്. ഓട്ടോണമസ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ, ആന്തരിക ആയുധ അറകൾ എന്നിവ ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. വാലില്ലാത്തതും പരന്നതുമായ ഫ്ലൈയിങ് വിംഗ് ഡിസൈൻ ഇതിന്റെ റഡാർ ദൃശ്യപരത വലിയ തോതിൽ കുറയ്ക്കുന്നു. 60 ഘട്ടക് UCAV-കൾ ഏറ്റെടുക്കുന്നതിനായുള്ള ശുപാർശ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംഭരണ സമിതി ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിലവിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇത്രയധികം ഡ്രോണുകൾ സേനയുടെ ഭാഗമാകുന്നത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ ഇന്ത്യയെ സഹായിക്കും. ശത്രുപ്രദേശങ്ങളിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ തകർക്കാനും ഇലക്ട്രോണിക് യുദ്ധമുറകളിൽ ഏർപ്പെടാനും വേണ്ടിയാണ് ഘട്ടക് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതീവ അപകടകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇതിന് സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ വിഷൻ 2047 റോഡ് മാപ്പിൽ ആളില്ലാ സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഘട്ടകിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യുദ്ധഭൂമിയിലെ ഭീഷണികൾ തത്സമയം വിശകലനം ചെയ്യാനും ആക്രമണത്തിനുള്ള മുൻഗണനാക്രമം സ്വയം നിശ്ചയിക്കാനും വിമാനത്തിന് സാധിക്കും. മനുഷ്യൻ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളുമായി ചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവും ഇതിനുണ്ടാകും. തദ്ദേശീയമായ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാതൃകയാണ് ഇതിനായി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ബാഹ്യ വിതരണക്കാരെ മാറ്റി നിർത്തി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിരിക്കും ഘട്ടക്. സുഖോയ് 30 MKI അല്ലെങ്കിൽ AMCA പോലെയുള്ള വിമാനങ്ങൾക്ക് കമാൻഡ് സെന്ററുകളുമായി പ്രവർത്തിച്ച് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാനാകും. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ ഒരു വൻ ശക്തിയായി മാറ്റാൻ ഈ തദ്ദേശീയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.